പൈൽസിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഭക്ഷണക്രമം തന്നെയാണ്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ ആവശ്യത്തിന് നാരടങ്ങിയ ഭക്ഷണം നന്നായിട്ട് നമ്മൾ ഉൾക്കൊള്ളിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് വെള്ളം, ഹൈഡ്രേഷൻ അതൊരു മസ്റ്റായിട്ട് വേണ്ടൊരു കാര്യമാണ്. അപ്പോൾ ആവശ്യത്തിന് ഒരു ദിവസം ഒരു 2 തൊട്ട് 3 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം നമുക്ക് വേറെ അസുഖങ്ങൾ, അതായത് വേറെ കിഡ്നി പ്രോബ്ലംസോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആരെങ്കിലും ഇത്രയും നിങ്ങൾ കുടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉള്ള രോഗികളല്ലാത്ത എല്ലാവർക്കും നമുക്കൊരു 2 തൊട്ട് 3 ലിറ്റർ വരെ ഒരു ദിവസം വെള്ളം നന്നായിട്ട് കുടിക്കേണ്ടതാണ്, മസ്റ്റായിട്ടും കുടിക്കേണ്ടത്. കാരണം അത് എല്ലാ തരത്തിലും നമ്മുടെ ആക്റ്റീവായിട്ടിരിക്കുന്നതിനും നമ്മൾ ഈ പറയുന്നത് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഹെമറോയിഡ്സിന് നമ്മൾ വേറൊരു ചികിത്സ വേണം എന്ന് തോന്നിയാൽ, അതായത് നമുക്ക് ബ്ലീഡിങ് കൂടുതലാണ്, അത് ഈ പറയുന്ന പൈൽസ് എന്നുള്ള ബ്ലീഡിങ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസ് ആദ്യം നൽകിയിട്ട് അതിനകത്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ നോക്കും. അതോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള നമ്മുടെ ഭക്ഷണക്രമം കറക്റ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൈൽസിനെ നമുക്ക് 4 സ്റ്റേജായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് ഗ്രേഡ് 1 എന്ന് പറയുന്നത് നമുക്ക് ബ്ലീഡിങ് മാത്രം, ഗ്രേഡ് 2 എന്ന് പറയുന്നത് നമ്മൾ ബ്ലീഡ് ചെയ്യും, അതോടൊപ്പം ചെറിയ തടിപ്പ് നമുക്ക് മലദ്വാരത്തിലേക്ക് ഇറങ്ങി വരും, അതിനുശേഷം തന്നെ തിരിച്ച് കയറിപ്പോവും. ഗ്രേഡ് 3 എന്ന് പറയുന്നത് ഇത് മലദ്വാരത്തിന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് തന്നെ നമുക്ക് നമ്മുടെ വിരൽ കൊണ്ട് തള്ളി തിരിച്ചകത്ത് കയറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഗ്രേഡ് 4 എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് നിൽക്കും, നമുക്ക് രോഗിക്ക് ഒരിക്കലും തള്ളിയത് തിരിച്ച് അകത്തേക്ക് വയ്ക്കാൻ സാധിക്കുകയില്ല. ഈ ഗ്രേഡ് 4 പൈൽസിൽ എന്താണെങ്കിലും നമുക്ക് അത് സർജിക്കലായിട്ട് റിമൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എത്തും. അതുപോലെ തന്നെ ഗ്രേഡ് 1, ഗ്രേഡ് 2 കണ്ടീഷൻസിൽ നമുക്ക് ഈ പറയുന്ന ബാൻഡിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫോംസ് ക്ലിയറോതെറാപ്പി പോലുള്ള OP പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് നമുക്ക് സ്റ്റേപ്ലർ ഹെമറോഡക്ടമി എന്ന് പറയും. സ്റ്റേപ്ലർ ഹെമറോഡക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ എയ്നൽ കുഷ്യൻസ് നോർമലായിട്ടുള്ള താഴേക്ക് ഇറങ്ങി വരുന്നതാണ് ഈ പൈൽസ് എന്ന് പറഞ്ഞു, ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് പറഞ്ഞു. സോ ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നതിൻ്റെ നമ്മുടെ മലദ്വാരത്തിനൊരു 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 5 മുകളിൽ വെച്ച് നമ്മളൊരു സ്റ്റേപ്ലർ ഉപയോഗിച്ച് ഇതിനെ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ നമ്മൾ മലദ്വാരത്തിന് പുറത്ത് നമ്മുടെ സ്കിന്നിൽ മുറിവുണ്ടാകാത്തതിനാൽ നമുക്ക് വേദന ഒരു ഓപ്പൺ സർജറിയേക്കാളും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ഓപ്പൺ സർജറി എന്ന് പറയുന്നത് 2 രീതിയിൽ ചെയ്യാം. നമുക്ക് പണ്ട് തൊട്ട് ചെയ്യുന്ന പോലെ മുറിവിട്ടിട്ട് നമുക്ക് കെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഹാർമോണിക് ഹെമറോഡക്ടമി അല്ലെങ്കിൽ അതുപോലെയുള്ള സോണിസേഷൻ പോലുള്ള അഡ്വാൻസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ അത് പൈൽ മാസിന് നമുക്ക് കരിച്ച് നീക്കം ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം സാധാരണ എല്ലാ രോഗികൾക്കും തോന്നുന്നൊരു സംശയമാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് ഇൻ പൈൽസ്. ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രേഡ് 1, ഗ്രേഡ് 2 ഹെമറോയിഡ്സ് ആദ്യ സ്റ്റേജുകളിൽ നമുക്ക് ഒരു ഗ്രേഡ് 1 സ്റ്റേജിൽ നമുക്ക് ഈ ഫോംസ് ക്ലിയറോതെറാപ്പി നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന അതേ ഒരു എഫക്റ്റ് തന്നെയാണ് ലേസറിനുള്ളത്. അല്ലാതെ നമ്മൾ ലേസർ ഉപയോഗിച്ച് നമ്മളത് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ തന്നെയാണ് ഒരു വൂണ്ട് അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അവിടെ നമുക്ക് വേദനയും ബാക്കിയുള്ള കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല കോംപ്ലിക്കേഷൻസ്, എസ്പെഷ്യലി ഈ നമുക്കറിയാം കണ്ടിട്ടുള്ളതാണ് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ഫോർ പൈൽസ് എന്ന് പറഞ്ഞൊരു വലിയ പരസ്യം വന്ന് ഒത്തിരി പേര് അവിടെ പോയി കുറേ കോംപ്ലിക്കേഷൻസുമായിട്ട് ഇന്നും ജീവിക്കുന്നുണ്ട്.